ഇനി മുതൽ നമ്മുടെ ആധാർ കാർഡ് നമുക്ക് കയ്യിൽ കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. ആധാർ കാർഡ് ഇത് ഡിജിറ്റലൈസേഷനാക്കി. ഇനി നമുക്ക് മൊബൈലിൽ ആധാർ എന്ന ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് ഏതൊരു പ്രൂഫിനും നമ്മൾ ഈ ഒരു ഡിജിറ്റലൈസേഷൻ വഴി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ആധാർ ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതേ രീതിയിൽ ഓപ്പൺ ആവും. അതിനുശേഷം നിങ്ങൾ ഇതേപോലെ നെക്സ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ആധാർ കാർഡ് നമ്പറിൽ നിങ്ങൾ ഇതേപോലെ ടൈപ്പ് ചെയ്യുക. ഇവിടെ കാണാം ഐ ആം റെഡി വിത്ത് മൈ ആധാർ കാർഡ്. നിങ്ങൾക്ക് ആധാർ കാർഡ് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തതിന് ശേഷം നിങ്ങളുടെ ആധാർ നമ്പർ ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. ഇതേപോലെ നിങ്ങളുടെ ആധാർ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ താഴെയായിട്ട് നിങ്ങൾക്ക് കാണാം കണ്ടിന്യൂ കൊടുക്കുക. ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം എഗ്രി വിത്ത് ടേംസ് ആൻഡ് കണ്ടീഷൻ കാണാം. അതിലൊരു ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ പ്രൊസീഡ് കൊടുക്കുക. പ്രൊസീഡ് കൊടുത്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതേപോലെ നിങ്ങൾക്ക് കാണാം യുവർ ആധാർഡ് ലിങ്ക് മൊബൈൽ നമ്പർ ടോട്ടലായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിനുശേഷം നിങ്ങളുടെ ടിക്ക് മാർക്ക് കൊടുക്കുക. ടിക്ക് മാർക്ക് കൊടുത്തതിന് കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫോൺ നമ്പർ ആധാർ കാർഡിൻ്റെ OTP വരുന്ന ഫോൺ നമ്പർ നിങ്ങൾ ഏതാണോ അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എസ് കൊടുക്കുക. എസ് കൊടുത്തതിന് ശേഷം ഇതുപോലെ വെരിഫൈ ആവുന്നതായിട്ട് കാണാം. അതിനുശേഷം നിങ്ങൾ സെൻഡ് എന്ന് കാണാം. നിങ്ങൾക്കൊരു OTP ഇതേപോലെ സെൻഡ് ആവും. ഇപ്പോൾ ഇത് വെരിഫൈ ആവുന്നതാണ് കാണാം. വെരിഫൈ മൊബൈൽ നമ്പർ എന്ന് കാണാം. ഇതേ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടിന്യൂ ടു ഫേസ് ഓതൻറ്റിക്കേഷൻ എന്ന് കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇൻവൈറ്റ് ഫേസ് ഓതൻറ്റിക്കേഷൻ കാണാം. ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫേസ് നമ്മളിതിൽ കൊടുക്കുക. അതേപോലെ ഫേസ് നിങ്ങൾ ഇതേപോലെ ഞാനിപ്പോൾ ചെയ്തതുപോലെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അതുപോലെ ഫെയിലാവും. കുറേ ടൈം നിങ്ങൾ ആ ഫെയിലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ 2-3 വട്ടം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ആക്റ്റീവായിട്ട് കിട്ടും. അതിന് സെറ്റിംഗ് യുവർ ആധാർ റെഡി എന്ന് കാണാം. അതിനുശേഷം പ്രൊഡ്യൂസ് കൊടുക്കുക. പ്രൊഡ്യൂസ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു MPIN നമ്പർ നിങ്ങളിതിൽ സെറ്റ് ചെയ്യുക. 6 അക്ക MPIN നമ്പർ നിങ്ങൾ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ എൻ്റെ ഒരു MPIN നമ്പർ സെറ്റ് ചെയ്യാണ്. അതിനുശേഷം കൺഫേം MPIN നമ്പർ ഇതിൽ സെറ്റ് ചെയ്യുക. ഡിജിറ്റലൈസേഷൻ ഉപയോഗിച്ച് നമ്മുടെ ആധാർ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം ലാംഗ്വേജ് കാണാം. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ഫാമിലി മെമ്പറിൻ്റെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ ആഡ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ആധാർ കാർഡ് QR കോഡ് വന്നിട്ട് ഈ QR കോഡ് നമുക്ക് സ്കാൻ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി മെമ്പറിനെ നമുക്കിതിൽ ആഡ് ചെയ്യും. ഇപ്പോൾ എൻ്റെ ആധാർ കാർഡ് നിങ്ങൾക്ക് ഇതിവിടെ കാണാൻ സാധിക്കും. ടോട്ടലായിട്ട് ആധാർ കാർഡ് ഇതേപോലെ കാണാം. നമുക്കതിൻ്റെ സ്ക്രീൻഷോട്ടും ഇതേപോലെ ആയിട്ട് കാണാം. ഇതേപോലെ നമുക്ക് നമ്മുടെ ആധാർ കാർഡ് ഡിജിറ്റലൈസേഷനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ മുകളിൽ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ആഡ് അനദർ പ്രൊഫൈൽ എന്ന് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ ആധാർ നമ്പർ കൊടുത്ത് നമ്മുടെ ഫാമിലി നമ്പറിൻ്റെ നമുക്ക് ഇതേപോലെ ഇതിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ആധാർ കാർഡ് മറ്റുള്ളവരിലേക്ക് നമുക്ക് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ ഡൗൺലോഡ് ആധാർ കാർഡ് കണ്ടിന്യൂ ചെയ്തിട്ട് നമുക്ക് PDF-ൽ നമ്മുടെ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിൻ്റെ പാസ്വേഡ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് 4 ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് അതുപോലെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ് പാസ്വേഡ് അത് ക്ലിക്ക് ചെയ്യേണ്ടത്. അതേപോലെ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് ഓപ്പണായിട്ട് PDF-ൽ വരുള്ളൂ. ഇതും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇവിടെ കറക്റ്റായിട്ട് കാണാം 4 ലെറ്റർ യുവർ നെയിം അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ എന്താണ് പാസ്വേഡ് എടുക്കണമെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ആധാർ കാർഡ് ഇതേപോലെ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ വെച്ച് നമുക്ക് ഇതേപോലെ ലോക്ക് ചെയ്യാൻ ഇതേപോലെ നമുക്ക് ഒഴിവാക്കാം. ഇപ്പോൾ നമ്പർ നിങ്ങളുടെ കാണുന്നത് അതേപോലെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബയോമെട്രിക് ഓതൻറ്റിഫിക്കേഷൻ നമ്മളെ ബയോമെട്രിക്കിൻ്റെ നമുക്ക് ഇവിടെ വെച്ച് ലോക്ക് ചെയ്യാനും സാധിക്കും. ഇതും നിങ്ങൾ ഇതിൽ സെറ്റ് ചെയ്യും. താഴെയായിട്ട് കാണാം. ഇതും നിങ്ങൾ ഇതിൽ നമുക്ക് ഇതേ ആപ്ലിക്കേഷൻ വെച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ടെക് വീഡിയോ ലഭിക്കുവാൻ രാജേഷ് പൈനൂർ എന്ന YouTube ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. Facebook പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക.